ഹലോ ഗേൾസ്, ഇന്ന് നമ്മൾ വന്നേക്കുന്നത് അപ്പച്ചിയുടെ വീട്ടിലോട്ടാണ് കേട്ടോ. ഇവിടെ വനപ്രദേശമൊക്കെയാണ്. സ്ഥലത്തിൻ്റെ പേരെന്താണെന്നറിയോ? കോഴിത്തോട്. ഇവിടെ മെയിനായിട്ട് വന്ന കാര്യം ആറ്റിക്കുളിക്കാനാട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് മരത്തിൻ്റെ ഒക്കെ തണലത്തിങ്ങനെ ഇരിക്കുകയാണ്, കാറ്റും കൊണ്ടോണ്ട്. കണ്ടോ, വേനലായതുകൊണ്ട് എല്ലാം വറ്റിപ്പോയി ഗൈസ്. കണ്ടോ, ഈ ഒരു ആറ്റിലാണ് ഞങ്ങൾ കുളിക്കാൻ വന്നത്. വലിയ വെള്ളം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് വന്നത്. പക്ഷെ വന്നപ്പോൾ ജസ്റ്റ് ചമ്മിപ്പോയി ഗൈസ്. ഇത് കണ്ടോ ഗൈസ്, ഇങ്ങനെ വലിയ വെള്ളപ്പൊക്കത്തിലൊക്കെ ഒഴുകി വരുന്ന ഇങ്ങനെ മരത്തടികളാണ്. നമുക്കിങ്ങനെ വിശ്രമിച്ച് വരുമ്പം അവിടെ നിന്ന് വിശ്രമിക്കാനും ഒക്കെ പറ്റും. നല്ല ഇളങ്കാറ്റും കൂടെ ഉള്ളതുകൊണ്ടേ പിന്നെ പറയണോ. പിന്നെ നമ്മൾ ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നടന്ന് വന്ന് എല്ലാവരും ഒന്ന് കാണണ്ടേ. ഈ ചെടിയുടെ പേര് എനിക്കറിയൂടാ, നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നമ്മളിങ്ങനെ വലിയ കാര്യത്തിൽ വന്ന എന്തുവാണെന്നറിയോ, ഇവിടെ കുറേ പൂമ്പാറ്റകളെ ഞങ്ങൾ കണ്ടു. അപ്പം അങ്ങോട്ടൊക്കെ പോയാൽ കുറേ പൂമ്പാറ്റയുണ്ടെന്ന് അപ്പച്ചി പറയും. അതാണ് ഗൈസ് എൻ്റെ അപ്പച്ചി. അപ്പം അപ്പച്ചി പറഞ്ഞു, അപ്പം അതിനെയൊക്കെ കാണുമെന്ന് പോയതാണ്. എന്തായാലും കണ്ടില്ല ഗൈസ്. കണ്ടു, ഞാൻ വെള്ളത്തിലിറങ്ങിയാണ്, വലിയ കാര്യത്തിൽ വെള്ളത്തിൽ ഇറങ്ങിയാണ്. എൻ്റെ ഗൈസ് പൊള്ളുന്ന ചൂട്, പൊള്ളിപ്പോയി ഗൈസ് കാലൊക്കെ. പിന്നെ നമ്മൾ ആ പൂമ്പാറ്റകളെ കാണാൻ പോകുന്ന വഴിയാണ് ഗൈസ് ഇത്. ഞാൻ വലിയ കാര്യത്തിൽ ആ പൂമ്പാറ്റകളൊക്കെ കാണാൻ പോയതാണ്. ഞാൻ കണ്ടു, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങളെ കാണിക്കണമെന്ന് വിചാരിച്ച, പക്ഷെ പറ്റിയില്ലെന്നേ. എന്താ, അപ്പോഴത്തേക്ക് ഫോൺ സ്റ്റക്കായിപ്പോയി. അതുകൊണ്ട് വീഡിയോ എടുക്കാനും പറ്റിയില്ല. പിന്നെ വരുന്ന വഴി കണ്ടാണ് നല്ല കുട്ടി ബേബീസ്, കണ്ണുപോലും തുറന്നിട്ടില്ല. അതിങ്ങനെ മണ്ണിനകത്താണ് അതൊക്കെ കിടക്കുന്നത്. പിന്നെ ഞാൻ ഇങ്ങനെ നടന്ന് ക്ഷീണിച്ച് വന്നതാ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.